വർക്ക് ചെയ്ത സരസ്വതി സിസ്റ്റർ റിട്ടയർ ആവുകയാണ്. ഏകദേശം 10 വർഷത്തോളമുള്ള ഔദ്യോഗിക ജീവിതത്തിന് ശേഷം, എൻ്റെ അറിവിൽ 2014 തോന്നുന്നത്, സിസ്റ്റർ ജോയിൻ ചെയ്തത്. ഇന്ന് വിരമിക്കുകയാണ്. എനിക്ക് അധികാലം കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും എൻ്റെ അറിവിൽ, എന്നോടുള്ള പെരുമാറ്റത്തിൽ സിസ്റ്റർ വളരെ സൗമ്യയും മിതഭാഷിയുമായിരുന്നു. വളരെ നല്ലൊരു പെരുമാറ്റമാണ് ഞങ്ങളോട് എല്ലാവരോടും കാഴ്ചവെച്ചത്. ഈ റിട്ടയർമെൻറ്റ് സമയത്ത് കൂടുതലൊന്നും പറയാനില്ല. സിസ്റ്റർക്കും സിസ്റ്ററുടെ കുടുംബങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇനിയുള്ള റിട്ടയർമെൻറ്റ് ജീവിതവും സിസ്റ്റർ വളരെ സന്തോഷകരമായിരിക്കട്ടെ എന്ന് സിസ്റ്ററെ കുറിച്ച് പറയാമെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, സിസ്റ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും അറിയാം, എൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതാണ്. ആൾ ഭയങ്കര ലവബിൾ ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്താ പറയുക, ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. പ്രത്യേകിച്ച് നമ്മൾ ഫീൽഡിനൊക്കെ പോവുകയാണെങ്കിൽ, ഫീൽഡ് വർക്കിനൊക്കെ പോകുമ്പോൾ കുട്ടികളുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അതുപോലെ തന്നെ എന്താണ്, സിസ്റ്റർക്ക് എന്ന് പറയുമ്പോൾ ആൻറ്റിനേറ്റൽസിനെയൊക്കെ കാണാൻ പോവുകയാണെങ്കിൽ തന്നെ അവരെയും എന്താ പറയുക, നമ്മുടെ സ്വന്തം മക്കളെ പോലെ തന്നെ എല്ലാം അടുത്തിരുന്ന കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ച് നല്ല രീതിയിൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്യാറ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് സിസ്റ്ററോട് സ്നേഹമുള്ളത്. പിന്നെ എനിക്ക് പേഴ്സണലി എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ശരിക്കും ഒരു അമ്മയെ പോലെ തന്നെയാണ്. എന്നോട് നല്ല രീതിയിൽ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പോൾ പുള്ളി എന്നോട് പറയുന്നത് നല്ല വിഷമമുണ്ട്. കാരണം ഇനി കുറച്ചും കൂടെ വർക്ക് ചെയ്യായിരുന്നു എന്നുള്ള രീതിയിൽ സിസ്റ്റർ പറയുന്നത്. ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഒരു MLSP JPH അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വേർതിരിവ് അങ്ങനെയൊന്നും എന്നോട് കാണിച്ചിട്ടില്ല. സിസ്റ്റർ ഭയങ്കര സ്നേഹത്തോട് തന്നെ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും സിസ്റ്റർ അങ്ങോട്ടുള്ള ജീവിതം വളരെ സന്തോഷകരമായി ഇരിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ, CHC പഴമ്പാലക്കോട്ടിലെ RBSK നഴ്സാണ്. ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന സരസ്വതി സിസ്റ്റർ കൂടെ 6 വർഷം ജോലി ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ഇതുവരെ ഉള്ള ഒരു സിസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ, വളരെ സൗമ്യമായിട്ടും എല്ലാവരോടും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഫീൽഡിലാണെങ്കിലും നമ്മളോട് ആരോടാണെങ്കിലും ഒരിക്കൽ പോലും ഒന്ന് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മുഖം കറുപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ എല്ലാവരുമായിട്ടും നല്ല ഒരു സൗഹൃദം പുലർത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സിസ്റ്റർക്ക് ഈ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ സന്തോഷവും സമാധാനവും ഉള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു. പറയുകയാണെങ്കിൽ എൻ്റെ JPH മാത്രമല്ല സിസ്റ്റർ, ഒരു നല്ലൊരു ഫ്രണ്ടാണ്, ഒരു സഹോദരിയാണ്, ഒരു അമ്മയെ പോലെയൊക്കെയാണ് എനിക്ക്. സിസ്റ്റർ എന്ന് വെച്ചാൽ വളരെ കൂളാണ്. അപ്പോൾ എല്ലാവരോടും സംസാരിക്കണമെങ്കിലും വളരെ മയത്തോടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇനി അത് ഏത് സിറ്റുവേഷനിൽ സംസാരിക്കുകയാണെങ്കിലും ആ ഒരു സൗണ്ടിലേ സംസാരിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇത്രയും വർഷത്തിനിടയ്ക്ക് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയെ, നമ്മളൊരു വേദനിപ്പിക്കുന്നൊരു വാക്ക് പറയുകയെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വളരെ ബഹുമാനത്തോടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഇത്രയും കാലം. അപ്പം ഇത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ള സിസ്റ്റർ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷമം നന്നായിട്ടുണ്ട്. സിസ്റ്റർ റിട്ടയർമെൻ്റാണ്. സിസ്റ്റർക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. എന്നാ ഉത്സാഹിക്കല്ലേ? ആരംഭിക്കലാങ്ങളാ. ഇതിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്ററുടെ ഫാമിലി ഇവിടെ വെച്ചിട്ട്, സിസ്റ്ററുടെ ഹസ്ബൻഡുണ്ട്, മോനുണ്ട്, അതുപോലെ സിസ്റ്ററുടെ ഒരു റിലേറ്റീവ് ഉണ്ട്. അവർ 4 പേരെയും ഈ സ്ഥാപനത്തിന്റെ പേരിൽ ഞങ്ങൾ നടത്തുന്ന ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മുടെ സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി ശ്രീ ഷാജി, നമ്മുടെ സൂപ്പർവൈസർ ശ്രീ ഷാജി, അതുപോലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ വിനോജ്, ഡോക്ടർ മെറിൻ, അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവുകൾ വന്നിരിക്കുന്നത്. ഇതിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസം അവരുടെ പേരിൽ നിന്നുള്ള മറ്റെല്ലാ വിഭാഗം ജീവനക്കാരെയും ഈ പരിപാടിയിലേക്ക് ഈശ്വര
രാഗമാക്കൂ വീണയിൽ മീട്ടുന്ന രാഗമാക്കൂ ഈശ്വര എന്നെ ഗേഹമാക്കൂ ഗേഹത്തിൽ നീ വന്നു വാസമാക്കൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ചടങ്ങില് വിശിഷ്ടാതിഥി നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ കുട്ടുന്നവരെയും ഷാജി സാറ്, അതുപോലെ തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സിസ്റ്ററുടെ ഫാമിലി, എല്ലാ സ്റ്റാഫും, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു 6 മാസമായിട്ടുണ്ടാവും ഏകദേശം നമ്മുടെ നവംബർ അവസാനം സിസ്റ്ററുടെ റിട്ടയർമെന്റ് ഉണ്ട്, നവംബർ അവസാനം സിസ്റ്ററുടെ പ്രോഗ്രാം ഉണ്ടെന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് സമയമുണ്ടല്ലോ, എങ്കിലും ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നതൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇത് പ്രതീക്ഷിച്ചതിന് നേരത്തെ ആ ഒരു ദിവസം ഇങ്ങനെ വന്നെത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ എത്തിയ പോലെ തോന്നുന്നു. ഈ ഒരു പഴമ്പാലക്കോട് ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഇപ്പൊ ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ വരുമ്പോഴേ ഇവിടെ ഉണ്ട്, KP വരുമ്പോഴേ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സിസ്റ്ററുടെ 19 വർഷത്തെ സർവീസിൽ 10 വർഷം പഴമ്പാലക്കോട് തന്നെയാണ്. ഒട്ടുമിക്ക വീടുകളിലും എല്ലാം സിസ്റ്റർക്ക് വൈകാട്ടാണ്. എന്റെ ഫാമിലിക്കാര് അവര് വാക്സിൻ എടുത്താൽ പ്രശ്നം ഉണ്ടാക്കും, മറ്റൊരു വാക്സിൻ എടുത്താൽ പ്രശ്നം ഉണ്ടാക്കില്ല. അങ്ങനെ എല്ലാവരെയും പേഴ്സണലി തന്നെ അറിയത്തക്ക രീതിയിലുള്ള ഒരു പരിചയം സിസ്റ്റർക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നല്ല, അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ വന്നിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ, അറൗണ്ട് ഒരു 4 months. നമ്മൾ വന്ന സമയത്താണെങ്കിലും പബ്ലിക് ഹെൽത്തുമായിട്ട് അങ്ങനെ നമ്മൾക്ക് അങ്ങോട്ട് അധികം കരണ്ടി വന്നിട്ട് ഞാൻ ഇപ്പോഴാണ് കുറച്ചെങ്കിലും പബ്ലിക് ഹെൽത്തുമായിട്ട് കുറച്ച് മിങ്കിൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അപ്പോഴും അധികം ഒന്നും സംസാരിക്കാതെ സിസ്റ്റർ ഭയങ്കര പാവം സിസ്റ്ററാണ്. എനിക്ക് ബാക്കിയുള്ളവരായിട്ടാണ് കൂടുതൽ കുറച്ച് എന്താ പറയാ പറയേണ്ടി വന്നിട്ടിരിക്കുക കഴിഞ്ഞ പ്രാവശ്യം സിസ്റ്ററുടെ. പക്ഷെ എൻ്റെ അടുത്ത് രാജേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററുടെ മക്കളൊക്കെ ആയിരിക്കും അവിടെ എല്ലാം കറക്റ്റ് പോപ്പുലേഷൻ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് എടുക്കാം കൃത്യമായിട്ട് ഇരിക്കുന്നതായിരിക്കും രാജേഷ് എനിക്ക് പറഞ്ഞത്. അതുപോലെ തന്നെയായിരുന്നു നമ്മൾ മീറ്റിങ്ങിന് വിളിച്ച സമയത്തും നോക്കുകയായിരുന്നെങ്കിൽ സിസ്റ്ററുടെ ഭാഗത്ത് കറക്റ്റാണ് എല്ലാ കാര്യങ്ങളും. അപ്പം കൂടുതലായിട്ട് ഞാനൊന്നും പറയണില്ല. റിട്ടയർമെന്റ് ജീവിതം വളരെ സന്തോഷവും സുഖകരമായിട്ട് പോട്ടെ. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഒരു പൂവിനെയും ഒരു പൂക്കളിയും കുളിരവിയോഗി വരും. ഒരു കുനിച്ചൊരു പൂവിരകൾ ചുവകിട കവിളുകളിൽ പൂങ്കിളിയെ ഇത്തിരിക്ക് സ്വപ്നവിട്ട മേടിയിൽ ശില്പത്തിൻ മുന്നിൽ ശില്പശാല ജനങ്ങളിൽ ഒരു ചെറു പൂനിരകൾ ചുവടിയുടെ കവിളുകളിൽ ഒരു പൂവിരിയും ഒരു പൂക്കൊഴിയും തുണികളിലൊഴുകി വരും.
ശശികാന്തക്കല്ലായിപ്പോയി മാനസം നേപ്പാൾ നഗരം കൊണ്ടുതന്നു എന്നെയും പകരം സ്വന്തീബന്ധം സുന്ദരം ജന്മസംഗമം ഒരു കുളിച്ചൊരു കുറുനിരകൾ സുഖയുടെ കവിടുകളിൽ വിരിയും ഒരു പൂക്കൊടിയും തുളിരവിലോകി വരും ഇനിയൊരു ലഹരി തരൂ ഇവരികളികളെ കളരിൽ തുളിര പണികുതരൂ ഒരു കുളിച്ചൊരു കുറുനിരകൾ സുഖയുടെ കവിളുകളിൽ സുഖയുടെ കവിളുകളിൽ. ഞാനിവിടെ വന്നിട്ട് 8 മാസമായി. 8 മാസത്തെ പരിചയമാണ് സിസ്റ്ററായിട്ടുള്ളത്. സിസ്റ്റർ എന്ന് പറഞ്ഞാൽ വിനയത്തിന്റെ ഉറവിടമാണ്. എന്താ സിസ്റ്ററെ കുറിച്ച് പറയാനില്ല, ഒരു ദോഷം പറയാനില്ല, നല്ലത് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. കുറെ ഉപകാരങ്ങൾ എനിക്ക് ഈ 8 മാസത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. സിസ്റ്ററിന്റെ ഭാവി ജീവിതം ആരോഗ്യകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പറഞ്ഞപോലെ അധികം ഇടപെടുന്ന സ്വഭാവം നമ്മളോട് ഇല്ല. പക്ഷേ എപ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം അതുപോലെ ഒരു ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ പറയും ഒരു എന്താ ഒരു നിഷ്കളമായ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ പോലെയല്ല അനുഭവം. അതുപോലെ നമ്മളെല്ലാ പേരും ഞാനടക്കം ആരെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങൾ പറയാൻ അങ്ങനത്തെ സാഹചര്യം എല്ലാ സ്റ്റാഫിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ദുഷ്ടാന്ന് വെച്ച് ഞാൻ അങ്ങനെ ഒരാളെ പറ്റിയോ ഏത് സമൂഹത്തെ പറ്റിയൊരു കുറ്റം പറയുന്നതായിട്ട് ഇതുവരെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാനാണ് ഒരാളെങ്കിൽ എല്ലാവരും പരസ്പരം എന്തെങ്കിലും കുറ്റങ്ങൾ പറയാം. അതൊരു വലിയ നന്മയൊക്കെ കാണുന്നു. ഭാവി ജീവിതം വളരെ സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞാട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വാക്കിൽ നോക്കാൻ പറ്റിയ ഒരു ബന്ധമല്ല ഞങ്ങൾ തമ്മില്. സിസ്റ്റർ ഇവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ തന്നെ ആദ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുന്നുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ട് കൊണ്ട് വന്നെന്നാണ് സിസ്റ്റർ ഇയാളെ പറഞ്ഞു. ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് 2014 വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് കാവശ്ശേരിക്ക് പോയി. തിരിച്ച് വീണ്ടും ഞാൻ 2019 ഇങ്ങോട്ട് വന്നപ്പോൾ സിസ്റ്റർ ഇവിടെ ഉണ്ട്. ഞാനിവിടെ വന്ന ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഫ്ലഡ് വന്നു. ആ സമയത്ത് ഞാനും സിസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ജയിക്കന്മാർ ആരുമില്ല. അത് അന്ന് മുതൽ ഞങ്ങൾ മിക്കവാറും ന്യൂസ് ചാനലിൽ വരുന്നത് ഒരുമിച്ചായിരിക്കും, പോകുന്നത് ഒരുമിച്ചായിരിക്കും. അത് കഴിഞ്ഞ് ഫ്ലഡ് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും കോവിഡ് വന്നു. കോവിഡ് വന്നു പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്താ പറയുക, പഴയൂർ നിങ്ങളുടെ പാലക്കോട് വരെ വഴിയിലെല്ലാം വിജനമായ വഴിയിലൂടെ ഞാനും സിസ്റ്റർ മാത്രം എന്നും വരും പോകും. ഇവിടെ വന്നാലും ആരും ഉണ്ടാവില്ല, സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. ഞാൻ രണ്ടുപേരും മാത്രമായിരിക്കും മിക്കവാറും ഉണ്ടാവും. അന്ന് മുതല് സിസ്റ്റർ എന്താ ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. പിന്നെ സിസ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും സിസ്റ്ററിന്റെ വിനയം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയും, സിസ്റ്ററെ എന്നെ പേര് വിളിച്ചാൽ മതി പറയും. എന്നാലും സിസ്റ്റർ എന്നാലും എപ്പോഴും എന്നെ ഇന്ദിര സിസ്റ്ററിനെ വിളിക്കും. അതുപോലെ ഒരു രാവിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കുത്തുപോയി പറയും. അപ്പൊ ഞാൻ എന്തിനും സിസ്റ്റർ എൻ്റെ അടുത്ത് ഇങ്ങനെ എത്ര എൻ്റെ അടുത്ത് ഭദ്രത കാണിക്കുന്നത്. ഞാൻ സിസ്റ്ററെക്കാളും ഇത്ര ഏജ് കുറവാണ്, എന്നാലും സിസ്റ്റർ അങ്ങനെ തന്നെയാണ്. തന്നെയുമല്ല എന്താ പറയാ, എന്റെ സ്വഭാവത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷേ സിസ്റ്റർ നേരെ തിരിച്ചാണ്. സിസ്റ്റർ ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ സിസ്റ്റർ പറയും, അല്ല സിസ്റ്റർ അങ്ങനെ പറയണ്ട, ചിലപ്പോൾ അത് അവരെ വേദനിപ്പിച്ചാലോ, ചിലപ്പോൾ അവരുടെ സിസ്റ്റർ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതൊക്കെ ആലോചിച്ച് എന്നിട്ടൊക്കെയാണ് ഒരു കാര്യം, ഒരു വാക്ക് ഉച്ചരിക്കാൻ പോലും ചെയ്യുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ എന്റെ ജീവിതം, നമ്മുടെ ജീവിതം മുഴുവൻ പഠിക്കുകയാണല്ലോ പറയാം. എന്റെ ജീവിതത്തിലെ പാഠപുസ്തകത്തിലെ ഒരു പേജ് സിസ്റ്റർ നമ്മൾ പാഠകം തന്നെയാണ്. സിസ്റ്റർ ഒന്ന് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും എനിക്ക് തന്നെ ആയിരിക്കും. കാരണം ഇത്രയും നാൾ ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടേക്ക് തോന്നുന്നു. ഈ എടുക്കുമ്പോൾ മാത്രമാണ് കാണാതിരിക്കാറുള്ളൂ. ഇല്ലെങ്കിൽ സിസ്റ്റർ മിക്കവാറും സത്സംഗം പോകാനെപ്പോഴും ഇവിടെ വന്നിട്ടാണ് പോകാറുള്ളത്. ഇനിയുള്ള സിസ്റ്ററിന്റെ ജീവിതത്തില് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
10 കൊല്ലം. ഇതേ സൗമ്യഭാവം ഇതിപ്പോൾ ഞാൻ ഇവിടെ എത്തി പറയാനല്ല, ഞാൻ ഇതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ പറയും. കാരണം ഈ സൗമ്യഭാവം എപ്പോഴും ഉണ്ട്. ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ ഒന്നിനെ എന്തെങ്കിലും സഹിക്കാൻ പറ്റാതെ മാത്രം ഒന്നിങ്ങനെ മനസ്സൊന്ന് പറയുന്ന പോലെ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അതും ആ കോവിഡ് സമയത്തൊക്കെയുള്ള തിരക്കുകളോ അല്ലെങ്കിൽ ഉള്ള സമയത്തായിരിക്കാം. അതല്ലാണ്ട് പരിഭ്രമം അതിൽ ഒന്നാം നമ്പറാണ്. പരിഭ്രമം, പാവം, എപ്പോഴും ടെൻഷനാണ്. അപ്പൊ അങ്ങനെ ആ ടെൻഷൻ അതിപ്പോ എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇപ്പൊ ആദ്യത്തെ ഞാൻ വരുന്ന കാലത്ത് പഠിക്കുകയാണ്, ചെറിയ പയ്യനാണ്. പിന്നെ ആദ്യത്തെ പഠിച്ച് ഡിഗ്രി പോകുന്നു, ജോലി കിട്ടുന്നു. പിന്നെ അവനെ എവിടെ നിർത്താനുള്ള ശ്രമങ്ങൾ മണിയുന്നുണ്ട്. അപ്പൊ സരസ്വതിക്ക് എന്താണ്, ഞാൻ ഇവിടെ പറയാട്ടോ, എന്താണ് ചെയ്യേണ്ടത് എന്ന് സരസ്വതിക്ക് ഒരു കൺഫ്യൂഷൻ വേണമെന്നുണ്ട്. ഒപ്പം ഈ പുറത്ത് ജോലിക്ക് പോയാൽ ഇനി ആള് തിരിച്ചു വരികയെ എന്നൊരു ഡൗട്ട്. അങ്ങനെയൊക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും സന്തോഷമായി മുന്നോട്ട് പോട്ടെ. ഒരു വീട്ടമ്മയുടെ, ഞാൻ എപ്പോഴും പറയും, ഞാൻ സ്ത്രീകളെ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ പറയും പുരുഷനേക്കാളും എന്നും വലിയ സ്ത്രീയാണ്. ഇത് നിങ്ങളെടുത്ത് പറയണല്ല, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ അവരുടെ ബുദ്ധിമുട്ടുകളുടെ അത്ര നമുക്കില്ല. അവരുടെ ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള അങ്കരാപ്പുകളുടെ പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെയാണ് അവർ പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അവര് ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുമ്പോൾ ചില്ലറ കാര്യമില്ല. അതിന് താഴെ പുരുഷൻ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ സിസ്റ്ററെ ഈ കാര്യത്തില്, സിസ്റ്ററുടെ പരിഭ്രമമാണെങ്കിലും അതെ, സിസ്റ്ററുടെ സങ്കടങ്ങളാണെങ്കിലും അതെ, സിസ്റ്ററുടെ വിനയമാണെങ്കിലും അതെ, സൗമ്യതയാണെങ്കിലും അതെ, എല്ലാം നമുക്ക് മിസ്സാവുന്നുണ്ട്. എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്കത് പുറത്തേക്ക് അങ്ങനെ ഇതല്ലെങ്കിലും എനിക്ക് സിസ്റ്റർ സ്വന്തം സഹോദരിയെ പോലെയാണ്. അതായത് പല കാര്യങ്ങൾ അങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. സിസ്റ്റർ ചെറിയ കാര്യങ്ങളിൽ എന്നെ വിളിച്ച് പറയാറുണ്ട്. ഇവിടെ പുരുഷന്മാരായ ആളുകളിൽ സിസ്റ്റർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരാൾ ഞാനാണ്. അപ്പൊ അങ്ങനെ വളരെയധികം ഒരു മാനസികമായ അടുപ്പമുള്ള ഈ ഓരോ റിട്ടയർമെന്റും നമുക്ക് ഒരു വ്യസനം ഉണ്ടാക്കുന്ന സംഭവമായിരിക്കാം. പക്ഷെ ചില ആൾക്കാരെ വന്ന ഒരു 3-4 മാസത്തിലോ അല്ലെങ്കിൽ 2-3 മാസത്തിലോ 1 മാസത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. ചില ആൾക്കാരെ നമുക്ക് ഇവിടെ കുറച്ച് കാലം വന്നാലും മതി, നമുക്ക് പോകുമ്പോ ഒരു ഇത് 10 കൊല്ലം തുടർച്ചയായിട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിൽ തന്നെ പിരിഞ്ഞു പോകാൻ ഈ ഇതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇനി ഇവിടുന്ന് തിരക്കുകളാണ്, ഓരോ കാര്യങ്ങൾക്ക് പറഞ്ഞു. അവന്റെ കല്യാണ കാര്യങ്ങൾ ഇനി ഓരോ ചിന്തകളാണല്ലോ. അപ്പൊ എല്ലാം നന്നായി വരട്ടെ, നല്ല കാലത്തിൽ ഗുണം വരുന്ന പറഞ്ഞ നല്ലത് വരട്ടെ, നന്മ നേരുന്നു. എല്ലാം കൂടെ കോവിഡിന്റെ സമയത്ത് എല്ലാം കൂടി താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് ഇവിടെ എല്ലാം വെക്കുന്നത് LHS ഇല്ല, LHS ഇല്ല. എന്നാലും സിസ്റ്റർ അതെല്ലാം കൈകാര്യം ചെയ്തു. കോവിഡിന്റെ സമയത്ത് സിസ്റ്ററാണ് ചാർജ് അല്ലേ? എല്ലാം മാനേജ് ചെയ്തു, കൃത്യമായിട്ട് മാനേജ് ചെയ്തു. കണക്കുകളെല്ലാം കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് എഴുതാറുണ്ട്. സൗമ്യമായിട്ട് സൈഡിൽ പോകാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു പോയി. എല്ലാ നിർബന്ധവും ഉണ്ടാവട്ടെ. ആരോഗ്യ സൗകര്യങ്ങൾ വിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിരുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിരുക്കം. അനുരാഗവിലോചനായി അതിലേറെ അടിക്കോളൂ, അടിക്കോളൂ, ആ കുട്ടിയോട് പാടാൻ. പകലും വെയിലും പുണരും തൊടിയും മിഴികൾ പായുന്നു പുതിയിൽ കാണാനേരെയുള്ള രസമോ
മനം തീരില്ലേ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിരുക്കം പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിരുക്കം മഴയും പഴുവും തിരയും പുലകം പതിവാലിറയേ നാടൻ പൂട്ടു പൂത്തു പൊഴിയേ രാവു യാത്ര പോയി തനിയേ അകലേ കിനാവിൻ ചന്തമോടെ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിരുക്കം Good afternoon, sisters. My name is Avani. Job, retirement, go the house. എല്ലാവർക്കും ഇങ്ങനെ സരസ്വതി സിസ്റ്റർ പോകുന്ന എൻ്റെ അമ്മയുടെ ഫ്രണ്ട് പോകുന്ന ആശംസകൾ. പ്രവീണയുടെ എക്സ്പ്രഷൻ ആരെടുക്കുന്നുണ്ടോ? ഞാനിവിടെ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. ഇവിടെ വരുമ്പോൾ കാണുന്ന സീനിയർ പേഴ്സൺ സിസ്റ്ററാണ്. സിസ്റ്റർ പോകുമ്പോൾ നല്ല വിഷമമുണ്ട്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് അത് വായിച്ചറിയാൻ പറ്റും. എങ്കിലും ഈ പറഞ്ഞ പോലെ മുമ്പ് വേദിയിരിക്കുന്നവർ പറഞ്ഞ പോലെ തന്നെ ഒരു സൗമ്യ സാന്നിധ്യം. ഏതൊരു കാര്യം പറഞ്ഞാലും സിസ്റ്റർ ഒരു ആശയം ഉണ്ടാവും. അവിടെ ഒരു ഇതുണ്ടാവും, ഒരു പൊട്ടിത്തെറിയ ഒരു ബഹളവും സിസ്റ്ററിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും കണ്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളും നല്ല പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന സിസ്റ്ററായിട്ടാണ് എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിരിക്കുന്നത്. സിസ്റ്റർക്ക് നല്ല ഒരു കുടുംബജീവിതം ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് സിസ്റ്റർ. താങ്ക് യു. എല്ലാവരും പറഞ്ഞ പോലെ സിസ്റ്റർ വളരെ സൗമ്യയുടെ ഒരു പര്യായം പോലെയുള്ള ആൾ തന്നെയാണ്. എനിക്കും മറിച്ചൊന്നും പറയാനില്ല. വളരെ നല്ല സ്വഭാവത്തിലൊരു തറവാട്ടമ്മയെ പോലത്തെ ഒരാളാണ് ഇവിടുന്ന് നഷ്ടമാവുന്നു നമുക്ക്. ഇങ്ങനെയും ഇത്രയും സൗമ്യമായി നിന്നിട്ടും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് സിസ്റ്ററുടെ ആ ഒരു സ്വഭാവം. അപ്പൊ സിസ്റ്ററുടെ റിട്ടയർമെന്റ് ലൈഫിൽ എല്ലാവരുടെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഇവിടെ പഴമാരക്കോട് ജോയിൻ ചെയ്ത സമയത്ത് ആകെ അറിയുന്നത് അമ്മൂട്ടി സിസ്റ്റർ മാത്രമാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്നും നിറ സാന്നിധ്യം സിസ്റ്റർ തന്നെയാണ്. ഞാനപ്പോൾ വിചാരിച്ചത് മെയിൻ സെന്റർ ജയിപ്പിച്ചിനാണെങ്കിലും ഇന്നലെ സിസ്റ്റർ ആ സമയത്ത് കുറച്ചൊന്ന് ലീവിൽ എന്തോ ആയിരുന്നു. അപ്പൊ സിസ്റ്റർ തന്നെയാണ് മെയിൻ സെന്ററും മരുതക്കോടും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പുറമേ നിന്ന് വന്ന ഒരാളാണ്, പുതിയ ആളാണെന്നൊന്നുമില്ല. നല്ലൊരു സൗമ്യമായ പെരുമാറ്റം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ഇതുവരെ. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ദേഷ്യം വന്ന് പറഞ്ഞാൽ അതെന്നോട് പറയും. പക്ഷെ തിരിച്ച് ഞാൻ അതേ ടോണിൽ തന്നെ തിരിച്ചൊന്ന് സിസ്റ്റർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അവിടെ സോൾവ് ആണ്. ഈ പറഞ്ഞ പോലെ ഈ സൗമ്യത എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചിട്ട് നിർത്തുന്നു. നന്ദി. ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു.
സംശയം ചോദിച്ചാലും അതിനൊരു സൗമ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. പിന്നെ സിസ്റ്ററെ കുറിച്ച് പറയുമ്പോൾ സൗമ്യവും വിനയവുമായ ഒരു സ്വഭാവത്തിലുടമയാണ്. പേരുകൾ തന്നെ നല്ല പേര് തന്നെയാണ് സരസ്വതി. കൂടെ ആ പേര് കൂടാതെ സൗമ്യയെന്നോ വിജയെന്നോ ഒക്കെ പേരിടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏത് പേര് വെച്ചാലും സിസ്റ്റർക്ക് നല്ലതുപോലെ ചേരുന്ന പേര് തന്നെയാണ്. അപ്പം സിസ്റ്റർ ഭാവി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യങ്ങളും എല്ലാ ഭാവങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ സർവേശ്വരനെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ തൊട്ട് ഇവിടെ തന്നെയാണ് സിസ്റ്റർ ഉണ്ടായിരുന്നത്. സത്യത്തിൽ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ എത്തിച്ചേർന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. എനിക്കും ലീവ് പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. ഇന്ന് വരാൻ പറ്റിയതിൽ ശരിക്കും ഒരു മിസ്സായി പോകുന്നൊരു സിറ്റുവേഷൻ തന്നെയാണത്. സിസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും 2017 ഞാനിവിടെ ജോയിൻ ചെയ്തത് തൊട്ട് തന്നെ സിസ്റ്ററോട് ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരാൾ തന്നെയാണ്. നമുക്കൊരിക്കലും സിസ്റ്ററുടെ എന്ത് കാര്യം പറയുകയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് വേണമെങ്കിലും പറയാം. സിസ്റ്ററുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ബാക്കി നമുക്ക് പൊതുവെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ചില ആളുകൾ ദേഷ്യപ്പെടും. അങ്ങനെയുള്ള സ്വഭാവമുള്ള വ്യക്തിയല്ല സിസ്റ്റർ. ഒരു ഫാമിലിയിൽ അതിനുള്ള ജീവിതത്തിലും എല്ലാവരുടെ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ കുറച്ച് ദിവസമായിട്ടേ വന്നിട്ടുള്ളൂ, അതറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ സിസ്റ്ററെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനോ ഇടപെടാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ സംസാരിച്ച നിമിഷം തൊട്ട് എനിക്ക് തോന്നിയ കാര്യം പറയുന്ന കാര്യങ്ങൾ കേൾക്കും, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. വളരെ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ സൗമ്യമായ ഒരാള്. എനിക്കും അധികം ഇടപെടാൻ പറ്റിയിട്ടില്ലെങ്കിലും സിസ്റ്ററിന് ഇനിയുള്ള ജീവിതത്തിൽ, അതായത് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും റെസ്റ്റ് അല്ലെങ്കിൽ ഭാഗത്ത് ഒതുങ്ങി പോകുന്ന അവസ്ഥ ഇല്ലാതെ ഒന്നും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഇനി ചെയ്യാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആഗ്രഹിച്ച കുറെ കാര്യങ്ങളൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവിധ ആശംസകളും സിസ്റ്റർക്ക് എന്റെ പേരിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിലും പറയുന്നു. താങ്ക് യു. അതുപോലെ തന്നെ വളരെ സൗമ്യതയുള്ള സിസ്റ്ററാണ്. എന്നോടൊന്നും അധികമൊന്നും സംസാരിച്ചിട്ടില്ല, എന്നാലും പതുക്കെ ഈ പറഞ്ഞ പോലെ പതുക്കെയാണ്. പക്ഷെ ഇന്ന് രാവിലെ ഞാനത് സിസ്റ്ററോട് പറയുകയും കൂടെ ചെയ്തു. ബസ്സിൽ വരുന്ന സമയത്ത് സിസ്റ്റർ ഇന്ന് രാവിലെ വീഡിയോ ഇട്ടത് സ്റ്റേജ് സാറ് വീഡിയോ ഇട്ട് ഞാൻ നോക്കിയിട്ട് രാവിലെയാണ് കണ്ടത്. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഈ ഒരു അവസ്ഥയിൽ നിന്ന് സിസ്റ്റർ ഒപ്പിട്ട് പടിയിറങ്ങുന്നത് പോലെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എത്തും. പിന്നെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും ദേഷ്യം അല്ലാതെ പറഞ്ഞാലും ഒക്കെ ഒരേപോലെ തന്നെ. അതേപോലെ തന്നെ ഇത് നമ്മുടെ മറ്റു സിസ്റ്റർമാർ പറഞ്ഞ പോലെ തന്നെ ആരെന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ ഒരു ക്യാഷ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളിപ്പോ ഒരു യാത്രയ്ക്ക് പോകുന്നുണ്ട്, അപ്പൊ ഒരു 10 രൂപ എടുക്കണം. അപ്പൊ എടുത്തപ്പോൾ നിന്റെ അടുത്തുണ്ടോ? എനിക്ക് വേണ്ട, കുഴപ്പമില്ല, ഞാൻ എടുക്കാം. അങ്ങനെ ഒരു മനോഭാവം. ആരെയും ഒന്നിനെയും വേദനിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല, ആർക്കും കഴിയില്ല. ഒന്ന് പറഞ്ഞാൽ 2 പറയുന്ന ഞങ്ങളൊക്കെ എങ്ങനെ ജീവിച്ചിരി മുന്നോട്ട് പോകുന്നറിയില്ല. ഞാനൊക്കെ ഇതുപോലെ റിട്ടയർമെന്റ് ലൈഫ് ആവുകയാണെങ്കിൽ എന്നെ കുറിച്ച് പറയാൻ ഒരുപാട് പേരുണ്ടാവും. ഞങ്ങളോട് കുറ്റങ്ങളായിരിക്കാം. പക്ഷെ ആരോട് ഞാൻ പറയുകയാണെങ്കിലും എന്റെ മനോഭാവത്തിൽ എല്ലാവരോടും സ്നേഹം തന്നെയാണ്. ആര് പോകുകയാണെങ്കിലും വിഷമം തന്നെയാണ്. പക്ഷെ സരസ്വതി സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലൊരു സ്ഥാനം എന്റെ ഒരു ചേച്ചി തന്നെയാണ്. ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ചേച്ചി തന്നെയാണ്. അതിലപ്പുറമല്ല എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. അപ്പൊ മണിയേട്ടൻ ഫോൺ ചെയ്യണം. മണിയേട്ടൻ ഫോൺ ചെയ്യുകയാണെങ്കിൽ അയ്യോ മണിയേട്ടൻ ഇപ്പൊ എത്തും എന്നില്ലെങ്കിൽ പെട്ടെന്ന് അയ്യോ നിൽക്കണം സിസ്റ്റേ, അവരിക്കൊന്ന് നിൽക്കും, നിങ്ങളോട് വെയിറ്റ് ചെയ്യേ, എന്തിനത്ര വെപ്രാളപ്പെടുന്നത്, ഞാൻ പോയി പുറത്ത് വരണ്ടോ എന്ന് നോക്കാം. എന്നാലും സിസ്റ്റർ ധൃതിപ്പെടണ്ടെന്ന് വെച്ചാൽ, അതായത് ഇത്ര നാൾ കൂടെ ഇരുന്ന ഒരു ഭർത്താവിനോട് പോലും വിനയമാണ്, ഒപ്പമാണ്. അതേപോലെ തന്നെ മകനോട് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നല്ല ഉദാഹരണം പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് വരാൻ അവിടെ നിൽക്കുക, നമ്മൾ ചിലവരാണ്. പക്ഷെ സിസ്റ്റർ അങ്ങനെയല്ല. മലയാളം വിളിച്ചു അയ്യോ ഇനിയിപ്പത്തും പിന്നെ അവിടെ നിൽക്കില്ല. ഇനിയുള്ള ജീവിതത്തിലെ ഈ
ഈശോന് തുല്യമാണോ എന്നാണ്. സരസ്വതിയാണ് പേര്, ശരിക്കും സരസ്വതിക്ക് തുല്യം തന്നെയാണ്. ഒരു ഭഗവതിയെ പോലെ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള രൂപം. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ സന്തോഷമില്ല സിസ്റ്റർ പോണതിന്. കാരണം ഞങ്ങളുടെ ഒരു കാവലാളായിരുന്നു PSCയിലെ. ആ കാവലാള് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ തന്നെ നേരിട്ട് അങ്ങനെ റിപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തുള്ള പരിചയം മാത്രമേ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും വളരെ സൗമ്യമായിട്ട് ഞങ്ങളോടെല്ലാം പെരുമാറുന്ന ഒരു സിസ്റ്ററാണ്. പ്രത്യേകിച്ച് പറയുന്നത് എനിക്ക് എന്ത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് സരസ്വ സിസ്റ്റർ, ഇന്ദിരാശ്രീ, ഗിരിജാശ്രീ, രാധേ ചേച്ചി പറഞ്ഞതൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള ചേച്ചിയാണ്. വളരെയധികം സങ്കടമുണ്ട്. അമ്മ റിട്ടയർഡാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. താലൂക്ക് ഓഫീസിലായിരുന്നു. അപ്പൊ റിട്ടയർമെന്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നല്ല നല്ല വാക്കുകളൊക്കെ പറയും. പക്ഷെ അങ്ങനെ വാക്ക് കേൾക്കാൻ ശരിക്കും നമ്മള് ഭാഗ്യമുള്ള കൂട്ടത്തിലുള്ളവരാണ്. കാരണം അത്രയും നല്ല വർക്ക് ചെയ്ത് മറ്റൊരാളുടെ മനസ്സിലേക്ക് ഇടപെടിച്ചവർക്ക് മാത്രമേ ശരിക്കും മനസ്സ് തുറന്ന് നമുക്ക് അവരായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ശരിക്കും കുറെ റിപ്പോർട്ടിലൊക്കെ ഞങ്ങൾ സിസ്റ്ററിന്റെ കൂടെ ഇരിക്കുമ്പോൾ RBC തരത്തിലുള്ള റിപ്പോർട്ട് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കുട്ടി ടാർഗറ്റ് ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളോട് ദേഷ്യപ്പെടാറില്ല. ദേഷ്യപ്പെട്ടിട്ടുണ്ട് പല സമയങ്ങളും. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് 7 വർഷമായി. ഈ വർഷത്തിൽ അത്രയും ഒരു ചീത്തവാക്ക് പോലും പറയാതെ, ഒന്ന് ഒച്ച ഓർക്കാതെ വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട്. അതെന്നെ പറഞ്ഞു കേട്ടിട്ടും അനുഭവം കൊണ്ട് പറയുകയാണ്. വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരു സിസ്റ്റർ തന്നെയാണ്. ശരിക്കും മിസ് ചെയ്യും. ഇങ്ങനൊരു ദിവസം എത്തിപ്പെടാൻ തന്നെ ഭാഗ്യം ചെയ്തിരിക്കുന്നു. ഇനിയുള്ള ജീവിതത്തിൽ ആയിക്കോട്ടെ സിസ്റ്റർക്കും സിസ്റ്ററിന്റെ കുടുംബത്തിനും
നല്ലത് മാത്രം സംഭവിക്കുക, നല്ലത് മാത്രം എത്തട്ടെ എന്ന് ഈശ്വരനോട് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശരിക്കും നല്ലൊരു സിസ്റ്റർ ആട്ടോ നമുക്ക് മിസ് ചെയ്യുന്നത്. കാരണം ശരിക്കും പാവ സിസ്റ്റർ എല്ലാം കൊണ്ടും നമുക്ക് നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വിഷമിപ്പിക്കാൻ പറയല്ല, മനസ്സിൽ തൊട്ട് പറയുക. വളരെ സൗകര്യമായിട്ട് അവർ എല്ലാവരോടും പെരുമാറുള്ളൂ. പല സിസ്റ്റർ വരെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് എന്താണെന്ന് ചെയ്തില്ല, അമീസ്കാര് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചെയ്തു അതൊക്കെ സന്തോഷം നോക്ക് എന്ന് മനസ്സ് തുറന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ്. ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയുന്നത് നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. ശരിക്കും ഈ സേവിച്ച് പരമ്പരക്കൊണ്ട് നമുക്ക് മിസ്സാകുന്നത് എല്ലാ പാവങ്ങളായിരുന്നു. മുൻപിൽ ചെയ്യുന്ന പെണ്ണെ കൽവിലൊന്നു പേര് മൊഹബത്ത്. മുൻപിൽ ചെയ്യുന്ന പെണ്ണെ കൽവിലൊന്നു പേര് മൊഹബത്ത്. ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടം മുത്തമായി കവിടോരത്ത്, മുത്തമായി കവിടോരത്ത്. കെട്ടിൽ ചെണ്ടൊന്ന് ചൂടിത്തരാ തത്തുന്ന വേറുള്ള പെണ്ണല്ലേ, ഒരു താമര പൂക്കുന്ന കണ്ണല്ലേ, ഇവ മാറ്റിടാവേ നീ എൻ മുത്തല്ലേ. ചെട്ടിപ്പൂച്ചയിലുള്ള തത്തമ്മ ചുണ്ടില് വൈക്കിന്റെ തേനല്ലയോ, നിന്നെ ഇതെന്നാരോ ധനദാനതിന്റെ ഇതെന്നാരോ, ചെയ്യുന്ന പെണ്ണെ കൽവിലൊന്നു പേര് മൊഹബത്ത്. ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിട മുത്തമായി കവിടോരത്ത്, മുത്തമായി കവിടോരത്ത്. കഴിഞ്ഞോ? പോകുന്നതിന്റെ ആശംസകൾ. ഞാനിവിടെ ഒരു നാട്ടാണ് കാണാണ്. കോണിലെ നീങ്ങി നിന്നൊരുണ്ടി കളിക്കുള്ളിൽ ചോര കൺമുയൽ. കോണിൽ നീങ്ങി നിന്നൊരുണ്ടി അമ്മിളിക്കുള്ളിൽ ആമ കുഞ്ഞനോ നിങ്ങളെല്ലാം വിശേഷിപ്പിച്ച നമ്മുടെ തറവാട്ടമ്മ അമ്മയെ ആദരിക്കുന്നതിനായി പ്രിയപ്പെട്ട മെഡിക്കൽ ഓഫീസേഴ്സിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ ആളുകളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സിസ്റ്റർ ആദരിക്കണം. ദയവായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സിസ്റ്റർ ആദരിക്കുകയാണ്. സ്നേഹത്തിന്റെ ഭാഷയിൽ സിസ്റ്റർ ഈ സ്നേഹത്തിന് ചെയ്ത എല്ലാ സേവനങ്ങൾക്കുമുള്ള നന്ദി ഞാൻ ഇതോടൊപ്പം അറിയിക്കുകയാണ്.
അതോടുകൂടി സ്റ്റാഫ് കൗൺസിലിനുള്ള ഗിഫ്റ്റ് നൽകുന്നതിന്റെ മെഡിക്കൽ ഓഫീസറെ ക്ഷണിക്കുകയാണ്. എല്ലാവരും റെപ്രസെന്റേറ്റീവ് ആണ് കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ ഒരു ഉപകാരം കൂടി ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ വീണ്ടും മറ്റ് ഗവൺമെന്റ് നമ്മുടെ പ്രിയപ്പെട്ട മെഡിക്കൽ ഓഫീസർ നൽകുന്നു. മറ്റ് സഹപ്രവർത്തകർക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് നൽകാൻ ഉണ്ടെങ്കിൽ ഈ അവസരം വിനിയോഗിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. പബ്ലിക് ഹെൽത്ത് ലീഗിന് വേണ്ടി പബ്ലിക് ഹെൽത്ത് സ്റ്റാഫ് എല്ലാവരും ചേർന്ന് നൽകുന്നു. പബ്ലിക് ഹെൽത്ത് വിങ്ങിന്റെ മാത്രമായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട്. പബ്ലിക് ഹെൽത്തിന്റെ വകയായിട്ട് ഗ്രീനറി അങ്ങനെ എല്ലാവർക്കും നമസ്കാരം. എനിക്കിവിടെ വന്ന് ഏറ്റവും കൂടുതൽ എന്നുവെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫ് അവരുടെ പദവികൾ അവർ തന്നെ തിരിച്ചറിഞ്ഞ് അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്നവരാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. എൻ്റെ വൈഫ് വീട്ടിൽ വന്നാൽ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരും സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് എന്നോട് പെരുമാറാറ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭേദമില്ല, എന്നുവെച്ചാൽ യാതൊരു വ്യത്യസ്തമില്ലാതെ, എന്നുവെച്ചാൽ തൻ്റെ പദവികൾ താൻ മനസ്സിലാക്കുക എന്നല്ലാതെ അത് മറ്റു വ്യക്തികളോട് അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരോട് ആ രീതിയിൽ പെരുമാറുന്ന ഒരു രീതിയില്ലാത്ത സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ നേട്ടമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റാഫിനും അത് വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്നുവെച്ചാൽ അതിനെ മേലുദ്യോഗസ്ഥന്മാര് തന്നെ പോലെയാണ് തന്റെ കൂടെ പ്രവർത്തിക്കുന്നവരെല്ലാവരും എന്ന ആ മനോഭാവം ഉള്ളിടത്തോളം കാലം ആ സ്ഥാപനത്തിന്റെ വളരെ പുരോഗതിയും അതുപോലെ തന്നെ ജനങ്ങളോട് പെരുമാറുന്ന രീതിയും നിങ്ങളോട് പെരുമാറുന്ന അതേ ചിരിച്ചുകൊണ്ടുള്ള പെരുമാറ്റം, രോഗികളെ പെരുമാറ്റമാണ് നമ്മുടെ ഏറ്റവും വലുത്. അത് ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാവരും പെരുമാറുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. പക്ഷെ ഇവിടെ വന്ന എല്ലാവരെയും ഈ വിരമിക്കുന്ന സമയത്ത് കാണാനും എല്ലാവരും പരിചയപ്പെടാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി സിസ്റ്റർ സംസാരിക്കും. ബഹുമാനപ്പെട്ട സൂപ്രണ്ട്, മെഡിക്കൽ ഓഫീസേഴ്സ്, സൂപ്പർവൈസേഴ്സ്, സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ വന്നിട്ട് 10 വർഷം കഴിഞ്ഞു. 2014 ഇവിടെ വന്ന് ജോലി ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരോടും എനിക്ക് നല്ലൊരു നന്ദിയുണ്ട്. പിന്നെ മെഡിക്കൽ ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ സൂപ്രണ്ടായാലും ഇതിനു മുമ്പുണ്ടായിരുന്ന സൂപ്രണ്ട് എല്ലാവരും വളരെ എല്ലാവരോടും നല്ലൊരു രീതിയിലാണ് നല്ലൊരു അടുപ്പവും. നമുക്ക് എപ്പോഴാണെങ്കിലും എന്തെങ്കിലും ഫീൽഡ്പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കാനും പറയാനും പറ്റുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആനീസാലായാലും ദിനോസാലായാലും പിന്നെ മേഡം. കാരണം നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പല ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കണമെങ്കിൽ അവരുടെ തിരക്കോ അവരുടെ ഇപ്പോൾ പറയാൻ പറ്റുമോ അങ്ങനെയുള്ള യാതൊരു ഇതും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫീൽഡിൽ നിന്നൊക്കെ പല സമയത്തും ലീവിലായിരിക്കുമ്പോഴും പല സംശയങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അവർക്ക് ഏറ്റവും അടുത്ത് നമ്മളോടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ വിളിക്കാനൊക്കെ നമുക്ക്